റൈറ്റിംഗ് 400 ആണ് റീനയ്ക്ക്. അപ്പം ആ ഒരു 400 എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് കാണുമായിരിക്കും? മാം സ്റ്റാർട്ടിങ്ങിൽ ലെറ്റർ എഴുതി തുടങ്ങിയപ്പോൾ ഒരു റെഡ് ലൈൻ ഇല്ലാത്ത ലൈൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കും ഇതൊന്നും നടക്കത്തില്ല. എല്ലാവരും പറഞ്ഞു സ്റ്റാർട്ടിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് ഒരു പേടിയേ വേണ്ട. പക്ഷെ ഞാൻ ഓർത്തു ഇതെങ്ങനെ ശരിയാവും, ഒട്ടും ശരിയാവത്തില്ലല്ലോ. പക്ഷേ ഓരോ പ്രാവശ്യം മാംസിൻ്റെ ഇൻഡിവിജ്വൽ കറക്ഷൻ, മാം അത് ഒന്നും പറയാനില്ല. കാരണം ഈ വിളിച്ചിരുത്തി ഒന്നോ വഴക്ക് പറയുമോ അങ്ങനെയല്ല. കാരണം നമ്മൾ ഏറ്റവും ബ്ലണ്ടറായിരിക്കും എഴുതി വെച്ചേക്കുന്നത്. വഴക്ക് പറയാതെ പറ്റും, ഇതൊക്കെ പറ്റും, ഇങ്ങനെയൊക്കെയാണ് തുടക്കക്കാരിങ്ങനെയാണ്. അവർ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ അറിയാതെ പറ്റും, അറിയാതെ അങ്ങ് ഉറയ്ക്കും, പറ്റും, നമ്മളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ലെറ്റേഴ്സ് എഴുതി നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ശരികളുടെ എണ്ണം കൂടി, ഗ്രേഡ് കൂടാൻ തുടങ്ങി, അങ്ങനെയൊക്കെയായി. പിന്നെ എനിക്ക് എപ്പോഴും ഉള്ളായിരുന്നു ജെൻഡർ ചേഞ്ച്, എനിക്ക് അതേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ പ്രൂഫ് റീഡിങ് ഞാൻ ചെയ്യാറേ ഇല്ലായിരുന്നു റൈറ്റിങ്ങിൻ്റെ സമയത്ത്, കാരണം അപ്പോഴേ ഞാൻ എഴുതി തീരാറ്. പിന്നെ ടൈം വെച്ച് പ്രൂഫ് റീഡിങ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ മാംസ് ഓരോരുത്തർ പറഞ്ഞു തന്നു. അങ്ങനെ റൈറ്റിംഗ് പിന്നെ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു മാം. കാരണം ഞാൻ എക്സാമിന് തലേന്നാണേലും എൻ്റെ OET ഗ്രാമറിൻ്റെ ബുക്ക് ഞാൻ നന്നായി വായിച്ചു. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ട് എന്ത് വന്നാലും നമുക്കറിയാം, എങ്ങനെ വേണേലും ഇങ്ങനെയൊക്കെ ലെറ്റർ വരത്തുള്ളൂ, അത് കൂടുതലൊന്നും അവരെന്തായാലും വരത്തില്ല. അപ്പോൾ അത് വെച്ച് നമുക്ക് സമാധാനത്തോടെ എഴുതാൻ പറ്റുമായിരുന്നു റൈറ്റിങ്. ഓക്കെ.